ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വെൽഡ് ആൻഡ് പീസിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലേ, കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യുന്ന തുടങ്ങുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. തമ്പനയിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പുതിയ മിനിസ്റ്റേഴ്സും അവർ കൈകാര്യം ചെയ്യുന്ന അതത് വകുപ്പുകളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ചെറിയൊരു കോഡാണ് ഞാൻ പറയുന്നത്. ഈ കോഡ് ചിലവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ചിലവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ കോഡൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, അത് നല്ലൊരു കാര്യം തന്നെ. അല്ലാത്തവർക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാനും എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് മെയിനായിട്ടുള്ള ഹെഡ് നിൽക്കുന്ന തലവൻ അല്ലേ. അപ്പോൾ അദ്ദേഹം IT, അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങൾ, പരിസ്ഥിതി, IT ഇവയൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് കെ രാജനാണ്. ശ്രീ കെ രാജൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖല ഏതാണെന്ന് കിട്ടും. ഏതാണെന്നല്ലേ? രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു നാട്ടിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് രാജാവ്. അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഫുൾ റവന്യൂ കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഇങ്ങനെ റവന്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഒതുങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന രാജാവിൻ്റെ കയ്യിലായിരിക്കും നമ്മുടെ റവന്യൂ വരുന്നത്, അല്ലെങ്കിൽ പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിലാണ്? രാജാവിൻ്റെ കയ്യിലല്ലേ. അപ്പോൾ രാജൻ എന്ന് പറയുമ്പം രാജാവെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏതാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് വരുന്നത്? റവന്യൂ ആണ്. അപ്പോൾ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ രാജൻ അല്ലേ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് റോഷി അഗസ്റ്റിൻ എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അത് ഓർത്ത് വയ്ക്കാൻ അദ്ദേഹം ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിലാണ് നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഇടുക്കി അല്ലേ. നമുക്കറിയാം ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഡാം ചോദിക്കുവാണെങ്കിൽ മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ഇത്രയേ ഉള്ളൂ. ജലസേചന പദ്ധതികളൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന, സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വന്ന് സ്വന്തം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ഇപ്പോൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. റോഷി അഗസ്റ്റിൻ എന്ന് പറയുമ്പം ഇടുക്കി ജലവൈദ്യുതി എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ജലസേചനം എന്ന് പറയുന്ന ഏരിയ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ജലസേചനം അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഷി അഗസ്റ്റിൻ. ഓക്കെ, അടുത്തതാണ് രസകരമായിട്ടുള്ള കാര്യം. അടുത്ത നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാന്നാണ്. വൈദ്യുതി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ KSEB എന്ന് ഓർത്ത് വയ്ക്കാം. എന്താണ് KSEB? KSEBയുടെ കെ ഉണ്ടാകും. കെ കൃഷ്ണൻകുട്ടി. അപ്പോൾ അവിടെ KSEB എന്ന് പറയുമ്പോൾ കെ എന്ന് ഓർത്ത് വയ്ക്കുക, 4 K എന്ന് ഓർത്ത് വയ്ക്കുക. കെ അപ്പോൾ കൃഷ്ണൻകുട്ടി ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി എന്ന് പറയുമ്പോൾ KSEB എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ആരാണ്? കെ കൃഷ്ണൻകുട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വനവകുപ്പാണ്. ശശീന്ദ്രൻ. ഇപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് മുൻപ് ഇനിഷ്യലുണ്ട്, ഞാനത് എഴുതാൻ വിട്ടുപോയി. AK ശശീന്ദ്രനാണ് കേട്ടോ. AK ശശീന്ദ്രൻ. AK എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കോഡ് അഡീഷണൽ ആയിട്ട് ഓർത്ത് വയ്ക്കുക. എൻ്റെ കാർഡെന്നോ അങ്ങനെ വല്ലതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ കാർഡ് ശശീന്ദ്രൻ വനവകുപ്പ് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കോഡ് എനിക്ക് നോക്കിയിട്ട് ഒരുപാട് അത്ര കിട്ടിയില്ല. എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ AK ശശീന്ദ്രൻ എന്ന് പറയുമ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാം. ഓക്കെയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അഹമ്മദ് ദേവർകോവിൽ. അപ്പോൾ അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ അഹമ്മദാബാദ് എന്ന് പറയുന്നൊരു നഗരം നമുക്ക് കിട്ടും. അഹമ്മദാബാദ്. അപ്പോൾ അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണേ. ഏറ്റവും കൂടുതൽ തുറമുഖം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ അങ്ങനെ തുറമുഖം എന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അഹമ്മദ് നമ്മൾ പറഞ്ഞ പോലെ ദേവർകോവിൽ എന്തൊക്കെയാണ് വരുന്നത്? അദ്ദേഹം തുറമുഖവും മൃഗശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. തുറമുഖവും മൃഗശാലയും ആരുടേതാണ്? അഹമ്മദ് ദേവർകോവിൽ എന്ന് പഠിച്ചു വയ്ക്കുക. അഹമ്മദാബാദ് തുറമുഖം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. ആരാ ഭക്ഷ്യവകുപ്പ് മന്ത്രി? ആ പേരിൽ തന്നെ കിട്ടും GR അനിൽ. അപ്പോൾ ഭക്ഷണം, അന്നം, അനിൽ അല്ലേ. ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ? അനിൽ എന്ന് പറയുമ്പം അന്നം എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം എന്താണ്? ഭക്ഷ്യവകുപ്പല്ലേ. ഭക്ഷ്യം, അന്നം, അനിൽ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ GR അനിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി. കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? GR അനിലാണ്. ശരി, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ധനകാര്യം. ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ധനകാര്യ മന്ത്രി ആരാണ്? ബാലഗോപാലാണ് അല്ലേ. ബാലഗോപാൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആരാ? എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൃഷ്ണനാണ് അല്ലേ. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക്
കൃഷ്ണൻ കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പൈസയൊക്കെ ഇടും, നേർച്ചയ്ക്കായിട്ട് ഓരോ നേർച്ചകളിൽ പൈസ കൊടുക്കുന്ന അമ്പലത്തിലേക്ക്, നമ്മുടെ ഭണ്ഡാരത്തിലേക്ക് നമ്മൾ പൈസയൊക്കെ ഇടും. അങ്ങനെ കൃഷ്ണൻ ധനികനായി എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഞാനിത് പറഞ്ഞു വരുന്നത് കോഡുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, ഒട്ടും ഓർത്ത് വയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ബാലഗോപാലൻ എന്ന് പറയുമ്പോൾ എന്താണ്? ധനകാര്യമെന്ന് ഓർത്ത് വയ്ക്കുക. കൃഷ്ണൻ അമ്പലത്തിലാണ് ധനവാനായി. അങ്ങനെ എന്താണ് ധനകാര്യം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KN ബാലഗോപാൽ. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം പ്രൊഫസറാണ് കേട്ടോ. പ്രൊഫസർ R ബിന്ദു ആണ്. അപ്പം നമുക്കറിയാം R ബിന്ദു പ്രൊഫസറാണ്. പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അല്ലേ, നമുക്ക് സാധാരണ പ്രൊഫസർ എന്ന് പറയുന്നത് ഇതാ കോളേജ് ലെവലിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. അത് ഉന്നത വിദ്യാഭ്യാസമാണല്ലോ. നമ്മളിപ്പം പഠിക്കുമ്പം പ്രൈമറി അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, പിന്നീട് നമ്മൾ കോളേജ് ലെവലിലേക്കാണ് വരുന്നത്. അതിലെ ഏറ്റവും ഉന്നത ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പ്രൊഫസറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പ്രൊഫസർ R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ക്ഷീരവകുപ്പ്. അപ്പോൾ ക്ഷീരവകുപ്പ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ 2 വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്, ക്ഷീരവകുപ്പും മൃഗസംരക്ഷണം. അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ ഇതൊരു കോഡ് മാത്രമാണ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ, വേറെ രീതിയിലൊന്നും നെഗറ്റീവായിട്ട് എടുക്കണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ തത്തയ്ക്കും പൂച്ചയ്ക്കും ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ചിഞ്ചു എന്ന് വിളിക്കും. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിഞ്ചുക്കുട്ടി എന്ന് നമ്മൾ വിളിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. മൃഗങ്ങളുമായി കമ്പയർ ചെയ്ത് ചിഞ്ചു എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ ക്ഷീരറാണി എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചു റാണി, ആ പേര് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ചിഞ്ചു റാണി ക്ഷീരവകുപ്പ്, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് കിട്ടിയല്ലോ. ചിഞ്ചു റാണി എന്ന് പറയുമ്പോൾ ക്ഷീരറാണി എന്നും കോഡെന്ന് ഓർത്ത് വയ്ക്കുവാണെങ്കിൽ ചിഞ്ചു റാണി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, ഇത്രയും പക്കയാണല്ലേ. നമുക്കിനി അടുത്ത സൈഡിലേക്ക് പോവാം. അടുത്ത സൈഡിൽ നമ്മൾ പറയുന്നത് ആൻ്റണി രാജു. ഇനി നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കോഡുകളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആൻ്റണി രാജു എന്ന് പറയുമ്പം അദ്ദേഹം വരുന്നത് ഗതാഗതമാണ് അല്ലേ. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ നിങ്ങളൊരു ഫിലിമിലേക്ക് കൊണ്ടുപോവാണ്. ഈ പറയുന്ന ഫിലിം കാണാത്തവരായിട്ട് മലയാളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. 2020 എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ ഫിലിം വളരെ ഫേമസ് ആണല്ലോ അല്ലേ. അതിനകത്തൊരു സീനുണ്ട്. എന്താ, നമ്മുടെ മമ്മൂട്ടി കോടതിയിലേക്ക് വരാനായിട്ട് വൈകുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി വന്ന് തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ഹൈ സ്പീഡിലാണ് വന്നിരിക്കുന്നത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമോ, നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ഡയലോഗ് അടിക്കും അല്ലേ. എന്താണ്, സാധാരണ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ് വണ്ടി ഓടിക്കുന്നത്, ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡാണെന്ന് പറയുന്നത് നമ്മുടെ ആൻ്റണി, ആരാ, നമ്മുടെ ബാബു ആൻ്റണി ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതിയല്ലോ. ആ ഒരു ഒറ്റ സീൻ മതി നിങ്ങൾക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഓർത്ത് വയ്ക്കാൻ. ആരാണ്? ആൻ്റണി. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ആൻ്റണി രാജു ആണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി. ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ. ബാബു ആൻ്റണി അതിനകത്ത് ആൻ്റണി ഇങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം, ഗോവിന്ദൻ മാസ്റ്റർ. ആ പേര് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ. സാധാരണ നമ്മൾ PT മാസ്റ്റർ എന്ന് പറയും. PT മാസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പീരീഡ് ആയിരിക്കും, ചെറിയ സമയത്ത്, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് PT പീരീഡ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യാനും ഓടാനും ചാടാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈമായിരിക്കും. അപ്പം നമുക്ക് എക്സസൈസ് എന്ന് ഓർത്ത് വയ്ക്കാം. കിട്ടിയല്ലോ. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസും തദ്ദേശ സ്വയംഭരണം അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഏതാണ്? എക്സൈസും തദ്ദേശ സ്വയംഭരണം. അടുത്തത് ഒരു യൂത്തിൻ്റെ പേര് പറയുന്നത്. എല്ലാവരും യൂത്ത്, നമ്മുടെ പ്രായം കൊണ്ട് എല്ലാവരും നമുക്ക് പറയും, ഞാൻ ക്ലാസ്സിലും പറയും, പ്രായം എപ്പോഴും ഒരു ഏജ് മാത്രമാണ്, നമ്മളൊരു ലിമിറ്റേഷൻ കൊണ്ടുവന്ന് എത്തിക്കേണ്ട കാര്യങ്ങളല്ല ഏജ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏജിനെ യൂത്തായിട്ട് തന്നെ കാണാം കേട്ടോ. എല്ലാവരും യൂത്താണ് മനസ്സുകൊണ്ട്. പക്ഷേ ഈ ഒരു മന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ്, നമ്മുടെ സ്വന്തം പിണറായി വിജയൻ്റെ മരുമകനാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് യൂത്തനല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ യൂത്തായിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൂറ് പോകാനൊക്കെ അല്ലേ. നമ്മൾ സാധാരണ യൂത്തായിട്ടിരിക്കുന്ന ആരോട് ചോദിച്ചാലും എനിക്ക് ടൂറ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഇത് ഓർത്ത് വയ്ക്കുക, ടൂറിസം അതുപോലെ തന്നെ വെൽഫെയർ കേട്ടോ, യൂത്ത് വെൽഫെയർ കാര്യങ്ങളൊക്കെ യൂത്ത് എന്ന് പറയും നമ്മുടെ മുഹമ്മദ് റിയാസിനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ എന്താണ്, പൊതുമരാമത്തും ടൂറിസം ആരുടെയാണ്? നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെയാണ്. കിട്ടിയല്ലോ. അടുത്ത കോഡ് എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് രാധയും കൃഷ്ണനും. നമുക്കിവിടെ ഒരു കോഡ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം, പാർലമെൻ്ററി കാര്യങ്ങളും അതുപോലെ തന്നെ ഏതാണ് പിന്നാക്ക വിഭാഗത്തിൽ നിൽക്കുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണൻ വളർന്നിട്ടൊരു പിന്നോക്ക ജാതിയിൽപ്പെട്ട് വളർന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നാക്ക വിഭാഗം എന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്.
പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവമല്ലേ? അപ്പോൾ അങ്ങനെ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ എന്ത് ഓർത്ത് വയ്ക്കാം? ദേവസ്വം ഓർത്ത് വയ്ക്കാൻ കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ ദേവസ്വം. ഓക്കെ ആണല്ലോ. രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ്, പിന്നാക്ക ജാതി. അതുപോലെ തന്നെ ഏതാണ്? പാർലമെന്ററി കാര്യം. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ്? പി രാജീവ് അല്ലേ? അപ്പം രാജീവ്, ഇവിടെ നമ്മൾ രണ്ടുപേരെ കണക്ട് ചെയ്ത് പഠിക്കണം. രാജൻ, അതായത് ശ്രീ രാജനെയും പി രാജീവിനെ കണക്ട് ചെയ്ത് പഠിക്കണം. അതായത് രണ്ടുപേര് രാജാക്കന്മാരായിരുന്നേ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് വ്യവസായം ചെയ്യാനായിട്ട് ഒരുപാട് പേര് നിയമിച്ചു. അങ്ങനെ വ്യവസായം ചെയ്ത് നിയമിച്ച് കാശ് ആർക്ക് കൊടുത്തു? നമ്മുടെ റവന്യൂ മന്ത്രി രാജന് കൊടുത്തു. രാജന് കൊടുത്തെന്ന് ഓർക്കുക. രാജീവ് എന്താ ചെയ്തത്? അദ്ദേഹം വ്യവസായം ചെയ്ത് ഒരുപാട് പേരെ നിയമിച്ചു. എന്നിട്ട് ആ എമൗണ്ട് കൊണ്ടുവന്ന് നമ്മുടെ രാജന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചേ. ഇനി അടുത്തത് സജി ചെറിയാൻ. ഇത് കുറച്ച് രസകരമായിട്ടൊരു കോഡ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സജി ചെറിയാൻ എന്ന് പറയുമ്പം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖല സിനിമ, അതുപോലെ ഫിഷറീസും സാംസ്കാരികമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലിം ഉണ്ടല്ലോ, ഏതാ? കുമ്പളങ്ങി നൈറ്റ്സിലെ പേര് സജി എന്നുള്ളൊരു പേര് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു പേരാണ് അല്ലേ? അപ്പോൾ ആ സിനിമ സജി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറാണ്, സൗബിൻ അവതരിപ്പിച്ചൊരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. സജി എന്ന് പറയുമ്പോൾ സിനിമ കിട്ടി. ഇനി സജി ചെറിയാൻ, നമുക്കറിയാം ഈ മീനുകളിൽ തന്നെ ഏറ്റവും ചെറിയ മീനുകൾക്ക് നല്ല കാൽസ്യം ഉള്ള മീനുകളുണ്ട് അല്ലേ? അപ്പോൾ ചെറിയ മീനുകളുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ചെറിയ മീൻ എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ, ഫിഷറീസ് കിട്ടിയല്ലോ. പിന്നെ സംസ്കാരം, അതും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് ശിവൻകുട്ടി. ഇവിടെ നോക്കിക്കേ, ശിവൻകുട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണയായിട്ട് കുട്ടിയായിരിക്കുമ്പോഴായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്നത് അല്ലേ? സ്കൂളുകളിൽ പഠിക്കുന്നത് കുട്ടിയായപ്പോഴും നമ്മളൊരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളെ പഠിക്കാനായിട്ട് കൊണ്ടുവന്നാക്കും. അപ്പോൾ ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ ഓർക്കുക, വിദ്യാഭ്യാസം കിട്ടിയാലല്ലേ നമ്മൾ എന്ത് ചെയ്യും? തൊഴിലിലേക്ക് ഇറങ്ങും. അപ്പോൾ വിദ്യാഭ്യാസവും തൊഴിലും ആരുടേതാണ്? വി ശിവൻകുട്ടിയുടേതാണ്. എളുപ്പമല്ലേ? അപ്പോൾ വി ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ എന്താണ് ഓർത്ത് വയ്ക്കേണ്ടത്? വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിലും. ഓക്കെ, നമുക്ക് വിദ്യാഭ്യാസം കിട്ടി, തൊഴിൽ വാങ്ങിച്ച വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തൊഴിലിൽ ഇറങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് VN വാസവനാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. അത് ശ്രദ്ധിക്കുക, VN വാസവൻ എന്നാണ്. വാസവൻ്റെ സായിൽ നിന്ന് സഹകരണം എന്ന് കിട്ടത്തില്ലേ? വാസവൻ സഹകരണം എന്ന് കിട്ടി. അടുത്തത് എന്നിലാണ് അവസാനിക്കുന്നത്. രജിസ്ട്രേഷൻ്റെ അവസാനവും എന്നാണ് അല്ലേ? അപ്പോൾ ആ രണ്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നമുക്ക് കിട്ടില്ലേ? VN വാസവൻ എന്ന് പറയുമ്പം സഹകരണം എന്ന് ഓർത്ത് വയ്ക്കുക. അവസാനത്തെ N എന്നുള്ളത് എന്തിനു ഓർത്ത് വയ്ക്കുക? രജിസ്ട്രേഷൻ. അപ്പോൾ വാസവൻ എന്താണ്? സഹകരണവും രജിസ്ട്രേഷനും. ഇത്രയും കാര്യങ്ങൾ കിട്ടിയേ. അടുത്തതെന്ന് പറയുന്നത് വീണ ജോർജ്. ഇത് ആരും പ്രത്യേകം പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു കുറച്ച് ശൈലജ ടീച്ചറിൽ മാറി ഈ ഒരു പുതിയ ആരോഗ്യമന്ത്രി വന്നപ്പോൾ ആകെ ചർച്ചയായൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒന്ന് പൊട്ടിയോ ഓടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് പോകും അല്ലേ? അപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആശുപത്രി. അപ്പോൾ വീണ ജോർജ് എന്ന് പറയുമ്പോൾ ആശുപത്രി ആരോഗ്യവുമായി ബന്ധപ്പെട്ടല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. അപ്പം ശ്രീമതി വീണ ജോർജ് ഏതാണ്? ആരോഗ്യമന്ത്രിയാണ്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പി പ്രസാദ്. ഇത് ഒരു രസകരമായിട്ടുള്ളൊരു കോഡ് തന്നെയാണ്. പി പ്രസാദ് എന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രിയാണ്. സാധാരണ ഈ കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര പ്രസാദമായിരിക്കും അവരുടെ മുഖത്ത് അല്ലേ? എന്ത് ഐശ്വര്യം അവരെ കാണാൻ. നല്ല ഹെൽത്തി ആയിരിക്കും, അതുപോലെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ പ്രസാദം എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രസാദമാണ്, ഒരു പുഞ്ചി അല്ലെ? അവരുടെ മുഖത്ത് ഭയങ്കര ഒരു പ്രസാദം എന്നൊക്കെ നമ്മൾ ഭയങ്കര പ്രസാദമാണ് അവരെ കാണുമെന്ന് പറയും. അപ്പോൾ പ്രസാദ് എന്ന് പറയുമ്പോൾ എന്ത് ഓർത്ത് വയ്ക്കുക? കൃഷി വകുപ്പ് മന്ത്രി എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ വി അബ്ദുൽ റഹ്മാൻ. വി അബ്ദുൽ റഹ്മാൻ എന്ന് പറയുന്ന പേരിൽ നിന്ന് വി എന്ന് പറയുമ്പോൾ വിദേശം എന്ന്, വി ഫോർ വിദേശം എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ്? പ്രവാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി അബ്ദുൽ റഹ്മാനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 കാര്യങ്ങളുടെ പഠിച്ചു വയ്ക്കണം. കായികം പഠിച്ചു വയ്ക്കണം, അതിൻ്റെ കൂടെ തന്നെ ന്യൂനപക്ഷവും കൂടി പഠിച്ചു വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കോഡ് ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത അഭിജിത്തിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരും. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ആൻഡ് താങ്ക് യു.